കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് സിറ്റി സ്റ്റേറ്റ് ഒക്കെ ഒരു നെസ്റ്റഡ് ഫോം ആയിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് റിയാക്ട് ഹുക്കിൻ്റെ മെയിൻ ഫോമിൻ്റെ പാർട്ടായിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ഇതിനകത്ത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു നെസ്റ്റഡ് ഫോം ഇവിടെ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമാണ്. പക്ഷെ നമ്മൾ പല ബിസിനസ് റിക്വയർമെൻറ്റ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫോംസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ചില സമയത്ത് ഈ ഫോംസ് ആസ് സച്ച് വേറൊരു ഫയൽ ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മൾ ആസ് സച്ച് വേറൊരു ഫയലും വേറൊരു ഫോം സ്ട്രക്ചറും ഉണ്ടാകണമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്കാണ് യൂസ് ഫോം കോണ്ടെക്സ്റ്റ് ഹുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് യൂസ് ഫോം കോണ്ടെക്സ്റ്റ് ഹുക്ക് എന്ന് പറയുന്ന ഹുക്കിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ അഡ്രസ് ഫോം ഉണ്ടല്ലോ, അത് നമ്മൾ വേറൊരു ഫയലിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പം അതിനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഫയൽ വേണം. ആ ഫയൽ ഞാനിവിടെ എഴുതാൻ പോവാണ്. അഡ്രസ് ഫോം ഹുക്ക് .tsx rfce. ഇപ്പം നമുക്ക് അഡ്രസ് ഹുക്ക് വന്നു. അതിനുശേഷം ഇത് നമുക്ക് വേണ്ട, ഇതെടുത്ത് കളഞ്ഞു. അതിനുശേഷം ഈ അഡ്രസ് ഫോം ഹുക്ക് എടുത്തിട്ട് ഞാൻ form.txxൽ വന്ന് താഴെ അത് പ്രിന്റ് ചെയ്യാൻ പോവാണ്. ബട്ടൺ എന്ത് പറ്റി പെട്ടെന്ന്? ഒരു ക്ലോസിംഗ് ബ്രേസസ് അത് ഓട്ടോ ഫോമാറ്റിൽ വന്നതാണ്. അപ്പം അഡ്രസ് ഫോം ഹുക്ക് എന്ന് പറയുന്നത് ടെക്സ്റ്റ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുകയാണ്. ഈ ഫോമിനകത്തുള്ള സബ് ടൈപ്പ്, നിങ്ങളുടെ ഫോമിൽ സബ് ടൈപ്സ് ആയിട്ടുള്ള ഫോം ഉണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു സെപ്പറേറ്റ് ഫയലിൽ ഫോം എഴുതണം. ഇവിടെ പോയി അഡ്രസ് ഫോം ഹുക്കിനകത്ത് വന്നിട്ട് അഡ്രസ് ഫോം ഹുക്കിൽ നിന്ന് നമ്മൾ നേരെ വരുന്ന ഫോം txൽ വരും. ഫോം txൽ വന്നിട്ട് നമ്മളിവിടെ നമ്മൾ എഴുതിയേക്കുന്നത് ഓൾറെഡി ഇൻപുട്ട് ഫോം. ഇത്രയും സാധനങ്ങൾ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ വന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തു. ഈ ഡെവ് വേണ്ട നമുക്ക്. ഇൻപുട്ട് ഫോം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോസ് കണ്ടാലേ നിങ്ങൾക്ക് ഇൻപുട്ട് ഫോം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. കാരണം വീഡിയോ കണ്ടിന്യൂഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇൻപുട്ട് ഫോം എന്ന് പറയുന്നത് ഞാൻ ഒരു ഷോർട്ട് തരാൻ പറ്റും. ഇൻപുട്ട് ഫോം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള റീയൂസബിൾ ഫോം ആണ് ഇൻപുട്ട് ഫോം. അതിലേക്ക് നമുക്ക് പ്രോപ്സും ഫോർവേഡഡ് റെപ്സും കൊടുത്തിട്ടുണ്ട്. അതിലുള്ള പ്രോപ്സിനകത്തോട്ടാണ് നമ്മൾ അതൊരു ഇൻപുട്ട് HTML ഇൻപുട്ട് എലിമെന്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഇൻപുട്ട് ഫോം പ്രോപ്സ് ആണ് അതിൻ്റെ പ്രോബായിട്ട് വരുന്നത്. അപ്പോൾ അതിലോട്ട് രജിസ്റ്റർ മെത്തേഡ്സും ബാക്കിയുള്ള മെത്തേഡ്സും നമ്മൾ പ്രോബായിട്ട് പാസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് വരുന്ന ഒരു സെക്കൻഡ് ചാലഞ്ച് എന്ന് പറയുന്നത് ഈ രജിസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേരന്റ് ഫോമിൽ രജിസ്റ്റർ മെത്തേഡ് തന്നെ വേണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? form.txൽ പോയിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലോട്ട് ഞാൻ സ്ക്രോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ എൻറ്റയർ സാധനത്തിനെ Ctrl+X ചെയ്തിട്ട് കോൺസ്റ്റന്റ് പ്രോപ്സ് എന്ന് പറഞ്ഞാക്കി.
and use form return which is of type use form return. ഇതെന്തൊരു കുരിശാ. അതിനുശേഷം നമ്മൾ ആ കോപ്പി ഇസ് ഈക്വൽ ടു യൂസ് ഫോം റിട്ടേൺ കൊടുത്ത് ഡീസ്ട്രക്ചർ ചെയ്ത വാല്യൂ എടുത്തു. ഇവിടെ യൂസ് ടൈപ്പ് ഓഫ് ഫോം വാല്യൂ കൊടുക്കണം. ഇപ്പം ശരിയായി. ഇപ്പം ഇതിനകത്തുനിന്ന് ഈ അഡ്രസ്സ്, സിറ്റി, പിൻകോഡ്, നമ്മൾ ഡിഫോൾട്ട് എഴുതിയിട്ടുണ്ട്. ആ ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് തൽക്കാലം കിടക്കട്ടെ, നമ്മൾ അതിനെ മാറ്റുന്നതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അഡ്രസ് ഫോമിലോട്ട് ഈ വാല്യൂസ് എല്ലാം നമുക്ക് ആക്സസിബിൾ ആക്കണം. അത് ആക്സസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം പ്രൊവൈഡർ എന്നൊരു വാല്യൂ ഉണ്ട്. ഫോം പ്രൊവൈഡർ. ഫോം പ്രൊവൈഡറിനകത്തോട്ട് നമ്മൾ ഇതിനെല്ലാം ഡീസ്ട്രക്ചർ ചെയ്ത് കൊടുക്കുക. ഈ യൂസ് ഫോം റിട്ടേൺ ഈ യൂസ് ഫോം റിട്ടേൺ എന്തായിരുന്നു? നമ്മുടെ യൂസ് ഫോം ഓഫ് ഫോം ടൈപ്പിൽ നിന്നുള്ളത് റിട്ടേൺ വാല്യൂസ് എന്താണോ അതെല്ലാം യൂസ് ഫോം റിട്ടേണിൽ ഉണ്ടാവും. യൂസ് ഫോം റിട്ടേണിൽ നിന്നുള്ള സാധനങ്ങളെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സാധനങ്ങളെ മാത്രം എടുത്ത് ആ സാധനങ്ങളെല്ലാം തന്നെ യൂസ് ഫോം റിട്ടേണിൽ വരുന്ന എല്ലാ മെത്തേഡ്സിനെയും നമ്മൾ യൂസ് ഫോം പ്രൊവൈഡറിനകത്ത് വെച്ച് ഡീസ്ട്രക്ചർ ചെയ്തു. അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഫോം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് പകരം ആ റിട്ടേൺ അതെന്താണോ അത് തന്നെ നമ്മൾ ഈ ഫോം പ്രൊവൈഡറിനകത്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ അവൈലബിൾ ആണ് അഡ്രസ് ഫോം ഹുക്ക്. അപ്പോൾ അഡ്രസ് ഫോം ഹുക്കിനകത്ത് ചെന്ന് കഴിയുമ്പോൾ അതിനകത്തു നമുക്ക് രജിസ്റ്റർ മെത്തേഡ് എടുക്കാൻ പറ്റും. എങ്ങനെ രജിസ്റ്റർ മെത്തേഡ് എടുക്കാൻ പറ്റും? അതിനാണ് നമ്മൾ പുതിയ ഹുക്ക് പരിചയപ്പെടാൻ പോകുന്നത്, യൂസ് ഫോം കോണ്ടെക്സ്റ്റ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വന്നിട്ട് ഇവിടെ പ്രോപ്സ് ഒന്നും നമുക്ക് പാസ് ചെയ്യാനില്ല. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഗിറ്റബ് പൈലറ്റ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. രജിസ്റ്റർ ഫോം സ്റ്റേറ്റ് എറേഴ്സ് ഫോം അഡ്രസ്. ഇതിനകത്ത് എറേഴ്സ് ഡോട്ട് അഡ്രസ് ഡോട്ട് സ്റ്റേറ്റ് വേണ്ട. എറേഴ്സ് ഡോട്ട് സ്ട്രീറ്റ് മതി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഡ്രസ് ഫോം ആണല്ലോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫോം txനകത്ത് വന്നിട്ട് ഇത്രയും സംഭവം എടുത്ത് പുറത്തേക്ക് വരുന്നു. അതവിടെ ഇരുന്നോട്ടെ. സോറി, എനിക്കൊരു അബദ്ധം പറ്റിയാണ്. ഇവിടെ നിന്നാണ് കോപ്പി ചെയ്യേണ്ടത്. ഈ നമ്മൾ പുതിയൊരു ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നു.
type address, pincode, number. അതിനുശേഷം ഇവിടെ വന്നിട്ട് അഡ്രസ് കോളൻ അഡ്രസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഈ ഫോം ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ അഡ്രസ് ഫോം മാത്രം മതി. നമുക്ക് ഈ ഡോട്ട് എന്നുള്ള സംഭവം എടുത്തു മാറ്റുന്നു. എറേഴ്സിനകത്തും അഡ്രസ് വേണ്ട, എറേഴ്സ് ഡോട്ട് സിറ്റി മതി. ഈ അഡ്രസ് എടുത്ത് മാറ്റി, അഡ്രസ് ഡോട്ട് സിറ്റി എന്നുള്ളത് മാറ്റി, എറേഴ്സ് ഡോട്ട് പിൻ കോഡ് എന്നുള്ളതാക്കി. അപ്പോൾ യൂസ് ഫോം കോണ്ടെക്സ്റ്റിനകത്തു നിന്ന് നമുക്ക് വേറൊരു ഫോം എങ്ങനെ, അല്ലെങ്കിൽ ഫോം കോണ്ടെക്സ്റ്റ് എങ്ങനെ എഴുതാമുള്ളതെന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഇനി നമുക്ക് ഇത് ഇത്രയും വന്നത് നമ്മുടെ ഫോമിനകത്ത് അഡ്രസ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഏകദേശം ആ ഫോമിനകത്ത് വരുന്നുണ്ട്. ഞാൻ എൻ്റെ അഡ്രസ് ആഡ് ചെയ്യാണ്. പിൻ കോഡ് ഇസ് മാക്സ് സൈസ് 6. ഞാൻ എത്ര 1 2 3 7 അടിച്ചു. ഇതിനകത്ത് അഡ്രസ്സ് വന്നിട്ടുണ്ട്. address.com എന്ന് കൊടുത്തത് അതുപോലെ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ സിമ്പിളായിട്ട് ഒരു ഫോം എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളത് പഠിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതൽ കണ്ടാലേ എൻ്റെ ഫുൾ വിഡ്ത്ത് വരത്തുള്ളൂ. പക്ഷേ ഇത്രയും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത് ഒരു ഏകദേശ ഊഹം യൂസ് ഫോം കോണ്ടെക്സ്റ്റിൻ്റെ കിട്ടും. അതായത് യൂസ് ഫോം കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി എഴുതിയിരിക്കുന്ന ഒരു വലിയ ഫോമിൽ നിന്ന് ഒരു സബ് ടൈപ്പ് ആയിട്ടുള്ള ഫോം എടുത്ത് സെപ്പറേറ്റ് ഫയലിൽ ഫോം അഡ്രസ് ആയിട്ട് എഴുതണമെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ യൂസ് ഫോം കോണ്ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തിയറട്ടിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ റിയാക്ട് ഫോം ഹുക്കിൻ്റെ അകത്ത് ട്യൂട്ടോറിയലിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കയറി നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് കമൻറ്റ്സ് എസ്പെഷ്യലി ഒന്ന് കമൻറ്റ് ചെയ്യുക, സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.